എല്ലാറ്റിലും അവസാനമായി വിശുദ്ധാത്മാക്കളോട് ചേർന്ന് നമുക്കും വിലപിക്കാം. മറിയത്തെപ്പറ്റി ഒരിക്കലും തൃപ്തിയായി എന്നൊന്നില്ല. നാം ഇനിയും അവളെ സ്തുതിച്ചിട്ടില്ല, പ്രശംസിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. കൂടുതലായ സ്തുതിയും ബഹുമാനവും സ്നേഹവും ശുശ്രൂഷയും അവൾ ഇനിയും അർഹിക്കുന്നു. എല്ലാറ്റിലും ഒടുവിലായി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമുക്കും പറയാം, രാജകുമാരിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. അവളുടെ പാദാന്തികത്തിൽ സ്വർഗവും ഭൂമിയും പരസ്പരം മത്സരിച്ചുകൊണ്ട് അർപ്പിക്കുന്ന ദൃശ്യമായ മഹത്വങ്ങൾ സൃഷ്ടാവിൽ നിന്ന് അവൾ സ്വീകരിക്കുന്ന അദൃശ്യമായവയുടെ ഒരു പ്രകാരത്തിലും തുലനം ചെയ്യാവുന്നതേ അല്ല. സൃഷ്ടികൾക്ക് ഇത് അജ്ഞാതമാണ്. കാരണം അവയ്ക്ക് തങ്ങളുടെ പരിമിതി കൊണ്ട് ദിവ്യരാജന്റെ രഹസ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുവാൻ കഴിയുന്നതല്ല. അപ്പസ്തോലിനോടുകൂടി നമുക്ക് മുതിരണം ചെയ്യാം. കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല മറിയത്തിന്റെ കറതീർന്ന സൗന്ദര്യവും മഹത്വവും ഔന്നത്യവും. പ്രകൃതിയുടെയും കൃപാവരത്തിന്റെയും മഹത്വത്തിന്റെയും അത്ഭുതങ്ങളുടെ അത്ഭുതം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പുത്രനെ മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ അവൾ ദൈവത്തിന് അനുഗുണയായ അമ്മയാണ്. ഇവിടെ എല്ലാ നാവുകളും നിശബ്ദമാകട്ടെ എന്ന് ഒരു വിശുദ്ധൻ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധ മറിയം ഈ കാലഘട്ടം വരെ അജ്ഞാതയായിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഞാൻ എഴുതിയവയെപ്പറ്റി എൻ്റെ ഹൃദയം എന്നോട് മന്ത്രിച്ചപ്പോൾ ഒരു പ്രത്യേക സന്തോഷാനുഭൂതി ഞാൻ പിന്നിടുകയായിരുന്നു. യേശു അറിയപ്പെടേണ്ട വിധത്തിൽ അറിയപ്പെടാത്തതിലുള്ള ഒരു പ്രധാന കാരണം ഇതാണ്. യേശുവിനെ ആദ്യമായി ഭൂമിയിലേക്ക് കൊണ്ടുവരികയും മഹത്വത്തോടെയുള്ള അവിടുത്തെ രണ്ടാമത്തെ ആഗമനത്തിന് ലോകത്തെ ഒരുക്കുകയും ചെയ്യേണ്ടവളാണ് പരിശുദ്ധ കന്യാമറിയം. അവളെ പറ്റിയുള്ള അറിവിൻ്റെയും അവളുടെ രാജ്യത്തിൻ്റെയും ആവശ്യഫലമായിട്ടേ യേശുവിനെ കുറിച്ചുള്ള അറിവും അവിടുത്തെ രാജ്യവും ഉണ്ടാകൂ. ഇവ ലോകത്തിൽ സംഭവിക്കുന്നതിന് ഈ അറിവ് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തീർച്ചയാണ്.